അർജുന പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ട്. ചേട്ടാ 5ാം കയറിട്ട് പറപ്പിച്ചിട്ട് പാപ്പാ. ബർഗറിന് കുറച്ച് വലിപ്പം കൂടുതലാണോ? ഇനിയും ബിരിയാണി കഴിക്കാനുള്ളതാ. ബോയ്സ്, നമ്മൾ പിന്നെ ഒരു ഹാർഡസ്റ്റ് ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം 4 പേരുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണം. ഇങ്ങോട്ട് വരും. 5 ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനു മുമ്പ് ടീം ഡിസൈഡ് ചെയ്യണം കേട്ടാ. നമുക്ക് കോയിൻ ടോസ് ചെയ്യാം. ഹെഡ് ടീൽ. ഹെഡ് നോക്കരുത് കേട്ടോ. ഇല്ല, ഒരിക്കലും ഞങ്ങളൊന്ന് കാണിച്ചല്ലേ. ഓ ടെയിൽ. ടെയിൽ ആരും പറഞ്ഞില്ലല്ലേ? അല്ല, ടെയിൽ ഇവള്. ഞാനാണോ? ഞാൻ ടെയിൽ. അയ്യോ നമുക്ക് തൂക്കണം. ഞങ്ങൾ തൂക്കും. അറിഞ്ഞോണ്ട് വെറുതെ താല്പര്യം പോലും ഇല്ലായിരുന്നു. അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. ഇല്ലില്ല, അർജുൻ ഭായിയുടെ തീറ്റ കണ്ട നമുക്ക് അറിഞ്ഞൂടെ. പക്ഷെ നമുക്ക് തൂക്കണം കേട്ടോ. നമ്മള് തൂക്കും. 2 വെച്ച് തരും. ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഒരെണ്ണം എടുക്കാം. നീല എടുക്കാല്ലേ, കാരണം നീല ടീഷർട്ട് ആണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി മഞ്ഞ എടുക്കാല്ലേ. മഞ്ഞ. ചെന്നൈ സൂപ്പർ കിങ്സ്. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഏത് ടാസ്ക് കിട്ടുന്ന എനിക്കറിയത്തില്ല. നിങ്ങളുടെ ക്യാമറമാന്റെ അത്, ഞങ്ങളുടെ ക്യാമറമാൻ അത്. ഓക്കെ, റൂൾസ് ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം. ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 റൂൾസേ ഉള്ളൂ. ഏത് തുറക്കുന്നത് അത് ചെയ്യേണ്ടി വരും. കേട്ടല്ലോ? എത്ര ചെയ്യണം? അതെല്ലാം ചെയ്യണം. ടൈം ലിമിറ്റ് അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം എത്തുന്നത് അവർ ജയിക്കും. വരും നമ്മളിപ്പോ തീരുമാനമാക്കി തരാം. അപ്പൊ നമുക്ക് 5 എൻവലപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ടാസ്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് ടാസ്ക് നോക്കാം. തുടങ്ങാം. നമുക്ക് ആദ്യം കിട്ടിയെന്ന് വെച്ചാൽ ബോത്ത് ഹാവ് ടു ഈറ്റ് 500 ml ഐസ്ക്രീം നാച്ചുറൽസ്. ഇപ്പൊ നാച്ചുറൽസ് ഷോപ്പിൽ പോയിട്ട് 1/2 ലിറ്റർ ഐസ്ക്രീം കുടിക്കുക. അത് കഴിക്കാം. അതെടുക്കുവാണ്. എന്താ ഇരിക്കില്ല. എന്റെ ദൈവമേ, കാത്തോളണേ. Both have to eat an Italian Beyonce song. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് 12 ഇഞ്ച് സബ്വേ കഴിക്കണം. അതും ഏകദേശം 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ കൈയുണ്ട്. നല്ല സെലക്ഷൻ ആണല്ലോ. ഈ നാച്ചുറൽസ് എവിടെ നമുക്ക് നോക്കാം. ഒന്ന് മാപ്പ് ഇട്ട് നോക്കാം. നാച്ചുറൽസ് ഐസ്ക്രീം അതിന് സഹോദരൻ അതിന് ഈ ഒരു ടാസ്കിനിടക്കാം. സബ്വേ എവിടെയാന്ന് ചോദിച്ചു ഞാൻ അപ്പഴാ നിക്ക്. നീ ഓടി പോകുന്ന ഊബർ ടൈം എടുക്കുമെന്ന് തോന്നുന്നു മിക്കവാറും. ഇല്ല 2 മിനിറ്റിനുള്ളിൽ ഊബർ വരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് വണ്ടി പോവാം. എത്ര അത്യാവശ്യം യാത്രയുണ്ട്. ഒരു 6 കിലോമീറ്റർ യാത്രയുണ്ട്. സബ്വേക്ക് ഓട്ടോ ബുക്ക് ചെയ്യണം. ഇവിടുന്ന് സെൻട്രൽ സ്ക്വയർ പോകണം അല്ലെ? അപ്പൊ ഇതേതാ സബ്വേ? കാക്കനാട് കൊച്ചിന് ചേട്ടനോട് ചോദിച്ചാൽ മതി. ഇവിടെ എവിടെയാ സബ്വേ ഇതാ ഉള്ളത്. ഐസ്ക്രീം ആണല്ലോ പുല്ല്. എനിക്കാണ് തൊണ്ടവേന. ഞാൻ എടുത്തോളാം. അളിയെ ഹെൽപ്പ് ചെയ്യുള്ളൂ. സീനില്ലല്ലേ? എനിക്കാണ് ഭയങ്കര തൊണ്ടവേനയും ജലദോഷം ഒക്കെ. റൈഡ് പോലും എടുത്തിട്ടില്ല, എന്നിട്ട് ഓട്ടോ ബുക്ക് ചെയ്തെന്ന്. ഞാൻ ചാടുന്ന കണ്ടിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്ലീസ് വിളിക്കരുത്. ടെൻഷൻ. അപ്പൊ നമ്മുടെ ഓട്ടോ വന്നിട്ട് നമുക്ക് പോവാം. സെൻട്രൽ സ്ക്വയർ മോളിൽ നമ്മൾ പോകാൻ പോവുകയാണ്. പോയി അതാണ് ഏറ്റവും അടുത്ത്. ഞാൻ ഊബർ ബുക്ക് ചെയ്യാൻ. അവര് ബുക്കാണോ അല്ലേ ഇപ്പോ? അവർക്കും 5 ടാസ്ക് ഇല്ലേ? നമുക്കിനി അടുത്തത് ചെയ്യാം. അയ്യോ, ഉള്ള നീലയല്ല നമുക്കാണോ കിട്ടിയത്? നമ്മൾ കല്ലൂരിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ലൊക്കേഷൻ എവിടെ വരുന്നത്? നമുക്ക് ഓൾമോസ്റ്റ് 20 മിനിറ്റ് എടുക്കും. നാച്ചുറൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് പോകുന്നത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി. ചേട്ടാ 5ാം കയറിട്ട് പറപ്പിച്ചിട്ട് പാപ്പാ. നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് സെൻട്രൽ സ്ക്വയർ മോളിന് വേണ്ടി. ഇവിടുന്ന് പോയിട്ട് 12 ഇഞ്ച് സബ്വേ പറ്റുമോ നോക്കാം. ഇറങ്ങി തിരിച്ചില്ലേ? ഓട്ടോ നിന്റെ പേരെന്താ? അർജുൻ എം പി എന്നല്ല, അർജുൻ മനോജ്. അർജുൻ എം. വീട്ടുപേരെന്തുവാ? പടിഞ്ഞാറക്കാല. അതും പി. ഇത് അർജുൻ എം പി. 2 അർജുൻ എം പി വേഴ്സസ് അർജുൻ എം പി. ചേട്ടനെ നേരത്തെ ഒന്ന് കൊണ്ടുവരുന്നത്. എടാ ചേട്ടൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തല്ലടാ, ഓട്ടോക്ക് ഓടിച്ചാ വരുന്ന വരും. പക്ഷേ നമുക്ക് സമയമില്ലല്ലോ. നിന്റെ റോൾ എന്തായിരുന്നു മറ്റേ ആ സിനിമക്കകത്ത്? എന്താ റോള്? ഇന്ദ്രൻ സാറിന്റെ മോളായിട്ട്. എങ്ങനെയാ മോള്? കേരള ക്രൈമില് ഇന്ദ്രൻ സാറിന്റെ മോളായിട്ട്. ഇന്ദ്രൻ സാറിന്റെ മോളായിട്ട് എങ്ങനെയാ നീ അഭിനയിക്കുന്നത്? ഏതാ ക്യാരക്ടറാ മോളുടെ? പുള്ളിക്കാരത്തി. അയ്യോ, എന്നുവെച്ചാ ഇപ്പൊ കഥ പറയണോ? അല്ല, എന്ത് ക്യാരക്ടറാ അവളുടെ? മോള് ഹൈപ്പർ ഒന്നും അല്ല. ഇത്രയും അല്ല. ഏതായാലും ഹൈപ്പർ ക്യാരക്ടറിനെ കൊടുക്കണം കേട്ടോ ആരെങ്കിലും പ്ലീസ്. ഇവള് നല്ലതായിട്ട് അഭിനയിച്ചു തരും. ഇനി 500 മീറ്റർ കൊണ്ടുള്ള നമ്മൾ ലൊക്കേഷൻ എത്താൻ വേണ്ടി നാച്ചുറൽസ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകുന്ന ഐസ്ക്രീം ഏതാണെന്ന് ചോദിക്കണം. ഓർഡർ ചെയ്യണം. 1/2 ലിറ്റർ ഞാൻ കാച്ചുന്നു, 1/2 ലിറ്റർ കാച്ചുന്നു. ഓട്ടോ കിട്ടി. അപ്പൊ അവന്മാരിപ്പോ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടുന്ന് നമുക്ക് സെൻട്രൽ സ്ക്വയർ മോളിൽ പോകണം. അവിടെയാണ് നിയറസ്റ്റ് സബ്വേ ഉള്ളത്. ഓൾറെഡി ഓട്ടോ ലേറ്റ് ആയി നമുക്ക്. ടൈം എല്ലാം പോയി.
ടെൻഷനായി ഏറ്റവും പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഐസ്ക്രീം ഏതാണെന്ന് അറിയാനായിട്ട് നാച്ചുറൽസ് വിളിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കുകയാണ്. ഹലോ, അങ്ങനെ 500 ml ഐസ്ക്രീം ഉണ്ടാവോ? ഓക്കെ അത് ഫാമിലി പാക്ക് വേണമായിരുന്നു 2. ഞങ്ങൾ എത്തി. നമ്മുടെ ലക്ക് കുറച്ച് നോക്ക 12 ഇഞ്ച് സബ്വേ എന്നൊക്കെ പറയുമ്പോ നല്ല വലിയ സൈസ്. അതെ, ഇത്ര ഉണ്ടാവോ? സബ്വേ എത്ര കഴിച്ചിട്ടില്ലേ? ഇല്ല. അയ്യോ, അതിപ്പോ തീരുമാനോ. സോ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഐസ്ക്രീം ഓർഡർ ചെയ്യാം. ഏതൊക്കെയുള്ള നട്സ് പാടായിരിക്കില്ലേ? മാംഗോ വേണ്ട വേറെ? മലായി എടുത്തു. ഒരെണ്ണം മാംഗോ എടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു മലായും ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഞാൻ മലായി എടുത്ത് കിട്ടി. നമുക്ക് ബില്ല് കിട്ടി. ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അറിയിക്കുന്നില്ല. നമുക്ക് സമയം പുറത്തിരുന്ന് അറിയിക്കാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് സബ്വേ മേടിക്കണം. ഇതാണ് ഒടുക്ക ധൃതിയിലാണല്ലേ. എവിടെയാണ് സബ്വേ? ഏറ്റവും പൊക്കത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഐസ്ക്രീം തുറന്ന് കഴിക്കാൻ പോവാണ്. അതെ, എന്തുവാണത്? ഇത് എങ്ങനെ തിന്നാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ടൈറ്റാനിക്കിന് വന്ന് ഇടിച്ച സാധനം തോന്നുന്നു കേട്ടോ. വല്ല ഇരുമ്പ് സ്പൂൺ എല്ലാം വേണ്ടി വരും. പെണ്ണെന്നായിട്ട് വലിയ ഓടിപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ടല്ല ഇപ്പൊ താഴെ കിടന്ന എസ്കലേറ്ററിൽ എത്തിയില്ലേ? ഈ മോളെല്ലാം എത്തുന്നില്ലല്ലേ? ഇനിയും കറങ്ങണം പൊക്കത്ത്. ആർക്കറിയാം ഇവരെങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നു. സ്പൂൺ വരെ ഒടിഞ്ഞു. ഇരുമ്പിന്റെ സ്പൂൺ വല്ല വേണ്ടി വരും തോന്നുന്നു. എടാ, കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഗൈസ്, എനിക്ക് ഭയങ്കര തൊണ്ടവേന. ഞാൻ ഇന്നലെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തിയേ ഉള്ളൂ. പക്ഷെ ഞാൻ കഴിക്കേണ്ടി വരും. എന്ത് ഞാൻ അനങ്ങുന്നില്ല സാധനം. എത്ര തണുപ്പാണെന്ന് നമ്മൾ കഴിക്കും. നീ സിവിലല്ലേ പഠിച്ചേ? തോണ്ടിക്കോ. 5ാമത്തെ 6ാമത്തെ എസ്കലേറ്റർ അങ്ങാണ്ട്. സബ്വേ എവിടെ? നമുക്ക് മേടിക്കേണ്ടതാ BMT ചിക്കൻ. ഭയങ്കര കട്ടിയോട്ടോ, കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതാ, 12 ഇഞ്ച്. ചെറുത് മതി. പക്ഷെ 12 ഇഞ്ചിന്റെ വേണം. ചെറിയ വിശപ്പേ ഉള്ളൂ. നമ്മള് ബുദ്ധിപരമായിട്ട് വെയിലത്ത് വന്നിരുന്നത് അലിയാൻ വേണ്ടിയോ? ഒരു അലിയലും ഇല്ല. നമ്മൾ കരിഞ്ഞു പോകുന്നല്ലാതെ ഒരു ഗുണമില്ലെന്ന്. നല്ലതായിട്ടുണ്ടല്ലേ ഇത്? മതിയേട്ടാ അപ്പൊ ബ്രെഡ് മാത്രം കഴിക്കാനാ? BMT അല്ലേ വേണ്ടത്? പെട്ടെന്ന് ഇറങ്ങുന്ന സോസ് അല്ലേ ഇടും? ഇറങ്ങുന്ന അമ്മമാരെവിടെ എത്തി? നമുക്ക് ഷെയ്ക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഐസ്ക്രീം ഭയങ്കര കട്ടിയായിരിക്കും, ഷെയ്ക്ക് ആകുമ്പോൾ നൈസായിട്ട് കുടിക്കാൻ പറ്റുന്നു. പക്ഷെ ഷെയ്ക്ക് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. പ്ലാനിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് ഐസ്ക്രീം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അർജുനമ്പി ആണെങ്കിൽ ചിലപ്പോൾ ഷെയ്ക്ക് ഒക്കെ വന്ന് കുടിച്ചിട്ട് കളയും. മറ്റേ ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഇടിയപ്പം മാത്രം കഴിച്ചിട്ട് പച്ചമുട്ട കഴിച്ച ടീമാ. അപ്പൊ അങ്ങനെ നമ്മൾ ഫൗള് നിയമം ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾ എന്തായാലും. നീ ആക്ടറല്ലേ? ആക്ടിംഗ് ആണ് വിചാരിച്ചത്? നമ്മൾ അത്ര എനർജി എടുക്കുന്നയാ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അല്ല, ഇത്ര എനർജി ഇരുന്നാലേ എന്നെ പെട്ടെന്ന് ദഹിക്കത്തുള്ളൂ. മനസ്സിലാക്കണം. ടെൻഷനാ. അവരെ തിന്ന് തീർന്നു കാണും. ഞങ്ങൾക്ക് ഓട്ടോ എത്താൻ താമസിച്ച് നമ്മള് വരാൻ താമസിച്ച് അവിടെ നിന്ന് എത്തണ്ടേ? കൊറേ ടൈമായി. ശരി ചേട്ടാ, ഇട്ടിട്ടും തീരുന്നില്ല BMT. ഇനി വേറെ എന്താ ഇടുക? വേറെ ഒന്നും വേണ്ടേ? എടാ, നമ്മൾ എത്ര നേരം വെക്കുന്നു? വെയിലാണെന്നില്ല പറയടാ. സൂര്യ ഇടപെട. ഓ, പറഞ്ഞത് ലൈറ്റ് ബ്രൈറ്റ്നസ് കുറച്ച്. ഒരു ഫാമിലി പാക്ക് ആയത്. ഒരു ഫാമിലി മൊത്തത്തിൽ തിന്നുന്ന സാധനമാണ് ഞങ്ങൾ ഇവിടെ അഴിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചേട്ടാ ബില്ലടിക്കും? ഗോപിക. Hey Gobika, Gobika. Hi Gobiki. ശരണ്യാണോ? സോറി ശരണ്യ. അടങ്ങെടുത്ത് നീ എങ്ങനെയാ സെറ്റ് അഭിനയിച്ചടാ ചോദിച്ചത്? സെറ്റില് ഇന്ദ്രൻ ചേട്ടന് ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്നു കാണല്ലേ? ആ പുള്ളി പാവം. ആ പുള്ളിക്ക് ഇത്രയൊക്കെ ഹൈപ്പർ എനർജി സഹിക്കുക. ഞാൻ പാവാ. ये खा लो. മൊത്തം തിന്നാൻ പറ്റത്തില്ലടാ. നീ എന്താ വിചാരം എന്താ? അല്ലേ എടാ, ഓവർ കോൺഫിഡൻസ് ഉടമ്പ് കാവത്ത്. എടാ
അവസാനം പിള്ളേരെ തട്ടിക്കൊണ്ട് പോയത് പറഞ്ഞ കേസ് തരായിരുന്നു. പെട്ടെന്ന് കഴിച്ചു, സമയമില്ല. പെട്ടെന്ന് ഫുൾ ബ്രെഡ് കഴിക്കണമല്ലേ. എല്ലാരും നോക്കുന്നു, ടെൻഷന്. ഓ പുളിപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഫൗളാക്കിയിട്ടില്ല, ഒറ്റ സ്പൂണേ കൊടുത്തു. ഒരു കൊച്ചു ചോദിച്ചു ഐസ്ക്രീം വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്പൂൺ കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു സ്പൂൺ പോരാ, ഫുള്ള് വേണമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അവളെങ്ങനെ തീർക്കാൻ? ഒരു ഫാമിലി പാക്ക്, ഒരു സ്കൂപ്പ് മേടിച്ചു കൊടുക്കും. കോട് ടാസ്കിന് ഔട്ടായി പോകുന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഫ്രണ്ട് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. കോട് പിന്നല്ല തീരുന്നില്ലല്ലോ. നീണോ തീരാറായി, കുറച്ചുകൂടെ ഉള്ളൂ. നാക്കൊക്കെ കുഴന്ന് കുഴഞ്ഞു, നാക്കൊന്നും ഇല്ല. വെള്ളം മേടിക്കുന്നതാണ് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് തീരാറായി. ഞാൻ പായസം പോലെ കഴിക്കുന്നുണ്ട്, ഞാൻ കുടിക്കാൻ പോവാം. വീഡിയോ ഹലോ. എൻ്റെ കഴിയാറായി, കുറച്ചുകൂടെ ഉള്ളൂ. വേണ്ടൊക്കെ പറഞ്ഞു കുറെ ഫുഡ് കഴിക്കുന്ന കാര്യം കാണാം. ഓക്കെ അല്ലേ? നമ്മുടെ പരിപാടി ക്ലോസ് ചെയ്തോ, അടയ്ക്കാൻ പോവാം. ഗൈസ് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. സെക്കൻഡ് സാധനം ഇവിടെ നീ കഴിക്കുന്നതാണ് ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കുന്നത്. അവിടെ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എല്ലാം നോക്കി ചിരിക്കുന്നു. ശിവനെ ജില്ല നമുക്കറിയാൻ മേല. ഫസ്റ്റ് തീർത്ത് കേട്ടോ, ഫസ്റ്റ് ഹാഫ്. ഇതൊരു നിനക്ക് സാധാരണ ആൾക്കാരെന്നെ നോക്കുന്നതാണ്. നീയായിട്ട് വന്നിട്ട് കൊടുക്കുന്ന നോക്കാം. ചിലപ്പോൾ ഇവിടെ ഫേമസ് ആയതുകൊണ്ടായിരിക്കും, പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല. അത് കഴിക്കാനാ. അത് നമ്മൾ നീലക്കവർ കൊടുക്കാൻ പോവാം. You pick one food item and the other team must both eat it. Together it can't cost more than 200 rupees. അത് നമ്മളൊരു ഇത് ഗ്രാമർ മിസ്റ്റേക്ക് കൊണ്ടിട്ട് ഇത് എഴുതിയവൻ ആരായാലും ശരി ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവിടെ ടുഗദർ രണ്ടും കൂടെ. ഒരു സാധനം ഞാൻ ടുഗദർ ആവുന്നത്. പതുക്കെ കഴി, ഉള്ളിലോട്ട് പോകണമല്ല. ഇവിടെ ഡെഡ് ബോഡി കൊണ്ടുകൊണ്ട് ഇങ്ങനെയാണ്. ഇന്ന് കരഞ്ഞു എന്റെ ഈ രോദനം കാണാതെ പോവരുത്. നമുക്ക് ഇനി അവരെ വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് ടാസ്ക് പറയാം. എന്റെ സബ് തീർന്നു കേട്ടാ. കേറിക്കോ. പകുതിയാ സമയമില്ല. പകുതി എന്ന് പറഞ്ഞ് മുക്കാലാണോ തരുന്നത്? ഹലോ ഹലോ. ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടി, നിങ്ങൾക്ക് തരാം. പറയൂ. തിന്നുന്നതിന് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ഒരു സെക്കൻഡ്. അവിടെ നിന്ന് ഒരു ടാസ്ക് പറയുന്നു. എന്താ? ഞങ്ങളൊരു സാധനം നിങ്ങൾക്ക് ടാസ്ക് തരും കഴിക്കാൻ വേണ്ടി. അത് നിങ്ങൾ കഴിക്കണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. 200 രൂപ കൂടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 രൂപ കൂടാൻ പാടില്ല. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് യു പിക്ക് വൺ ഫുഡ് ഐറ്റം എന്നാണ്. ഓക്കെ, അപ്പൊ പിക്ക് ചെയ്യ്. ഞങ്ങളെന്തിനും കഴിക്കണം. അവർക്ക് അങ്ങനത്തെ ടാസ്ക് കിട്ടി, നമ്മൾ കഴിക്കാം. ലാസ്റ്റ് നോക്കാം, ഇപ്പൊ ഒന്നും നോക്കാൻ പറ്റത്തില്ല. പറയൂ എന്താണ്? ഓരോന്ന് വീണമായിരിക്കും. എങ്ങനെ എഴുതിയിരിക്കുന്ന? ഇതിനകത്ത് പൊട്ടത്തട്ട് എഴുതി വെച്ചേക്കുന്നത്. ആദ്യം വൺ ഫുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിനുശേഷം ടുഗദർ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ല, 2 ഫുഡും കൂടി 200 രൂപ കൂടുതലെന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് എനിക്ക് നോക്കാൻ കേട്ടോ. ഞങ്ങളെന്താ ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാം. അവര് ഫുഡ് തരുന്നത് നമുക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, എപ്പം കഴിക്കണം എപ്പം കഴിക്കണം. ഓക്കെ. പറയൂ ഏതാ ഫുഡ്? 100 രൂപയുടെ ബിരിയാണി. 100 രൂപയുടെ 2 ബിരിയാണി കഴിക്കണം. 2 ബിരിയാണി കഴിക്കണം, 2 പേരുടെ. സെക്കൻഡ് ടീം ടാസ്ക് മനസ്സിലാക്കിയ തെറ്റുണ്ടായിരുന്നു. 100 രൂപയുടെ തന്നെ ബിരിയാണി ആകണമെന്ന് നിർബന്ധമില്ല. 2 ബിരിയാണി 200 രൂപയ്ക്കകത്ത് ആയാൽ മതി. 100 രൂപയുടെ ബിരിയാണി ഇവിടെ കിട്ടും. നിങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് നല്ല പണി തരും, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഗായ്സ്, നമുക്ക് രണ്ടാമത്തെ ചലഞ്ച് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ടാസ്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതും നമുക്ക് കിട്ടിയ ടാസ്ക് വെച്ചാൽ 200 രൂപയെ താഴെ ആയിരിക്കണം 2 സാധനവും. അപ്പൊ അത് ടാസ്കാ. അപ്പൊ നമ്മള് 100 രൂപയുടെ 2 ബിരിയാണി കഴിക്കാണ് അവരോട് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ടാസ്ക് ആട്ടോ, കാരണം ബിരിയാണി എല്ലായിടത്തും കിട്ടും. പക്ഷെ 100 രൂപയാണ് 110 രൂപയാണ്. അവിടെയാണ് ഇച്ചിരി ട്വിസ്റ്റ് വരാൻ പോകുന്നത്.
200 മേളിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് പറഞ്ഞോണ്ട് 100 രൂപ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടാസ്കിലേക്ക് പോകാം. നമ്മുടെ ഇഷ്ടമല്ലേ കഴിക്കണോ വേണ്ടെന്ന്. അവർക്ക് കിട്ടിയ ടാസ്ക് അല്ലേ, അവര് ജയിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കണോന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഇഷ്ടമാണ്. എപ്പം കഴിക്കണം എപ്പം കഴിക്കണ്ട, കഴിക്കണോ വേണ്ടെന്ന്. അവർക്ക് കിട്ടിയ ടാസ്ക് മറ്റേ ടീമിലേക്ക് നിങ്ങൾക്ക് അടുത്ത ടാസ്ക് കൊടുക്കാന്നുള്ളതാ. അപ്പൊ നമുക്ക് ചെയ്യണം. കൊടുക്കാന്നുള്ളതാണോ? ഉറപ്പാണോ? അപ്പൊ ഈ തവണ നമുക്കൊരു മഞ്ഞ എൻവലപ്പ് എടുത്തിട്ട് നോക്കാം എന്താ ടാസ്ക് എന്ന്. 500 കാലറിയുള്ള ഫുഡ് കഴിക്കണം. എവിടുന്ന് കഴിക്കുന്ന ഒരു പിടിയില്ല. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അവള് കഴിച്ചത് അവളുടെ ഭാഗം കഴിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ലെഗ് പീസ് എല്ലാം കഴിച്ചാൽ മതി. ഒരു 220 കാലറി, പിന്നെ ഒരു 30 ഗ്രാമില്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒപ്പിക്കാം. അപ്പൊ 3 പീസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാസ്ക് കഴിയും. അപ്പൊ നമുക്ക് നേരെ ടാസ്ക് ചെയ്യാൻ പോകാം. അടുത്ത ടാസ്ക് ഗൈസ്, അപ്പൊ നമുക്ക് 1.4 കിലോമീറ്റർ അപ്പുറത്ത് യൂബു ഫ്രൈഡ് ചിക്കൻ ബർഗേഴ്സ് ആൻഡ് ഫ്രൈസ് എന്നൊരു ഷോപ്പ് ഉണ്ട്. ഓപ്പൺ ആണോ നോക്കി. അവിടെ പോകും. ഓപ്പൺ പേര് കേട്ടിട്ടില്ല. നമ്മൾ KFC ചിക്കൻ ഒക്കെ നോക്കിയ ശേഷം ഒന്നും കിട്ടാനില്ല. അപ്പൊ ഫ്രൈഡ് ചിക്കൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഒരു 2 ലെഗ് പീസ് കഴിച്ചാൽ മതി. 500 3 കഴിക്കണമല്ലേ, 3 പീസ് കഴിഞ്ഞാൽ 600 ആവും. ഗൈസ് നിങ്ങൾ നോക്കണം, ഇതിനകത്ത് ബോത്ത് ഓഫ് യു ഹാവ് ടു ഈറ്റ് ഫുഡ് വർക്ക് ഈച്ച് എന്ന് പറഞ്ഞിട്ട് 2 പേരോട് 500 ഗ്രാം കഴിച്ചാൽ മതി. അതിനകത്ത് ബാക്കി വേറെ വർത്താനൊന്നുമില്ല. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് 100 രൂപയുടെ 100 കുറവിന്റെ 2 ബിരിയാണി, 200 രൂപ കൂടുതൽ 2 ബിരിയാണി ഇപ്പം തന്നെ കഴിക്കണം. ഇപ്പൊ തന്നെ കഴിക്കണമെന്നില്ല. നമുക്ക് അത് അവര് ലാസ്റ്റില്ല, നമുക്ക് ലാസ്റ്റ് ഇട്ട് പിടിക്കാം. നമുക്ക് അവളെ കട പിടിക്കാൻ നോക്കാം. ഞാൻ അത് കേട്ടതും എന്റെ മനസ്സങ്ങ് നീറി ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവിടെ ഓട്ടോ ഉണ്ട്, അതിലേക്ക് പോകാം. ക്യാമറമാൻ യൂബ് ഇവിടുന്ന് ഒരു 1.4 കിലോമീറ്റർ അപ്പുറത്ത് നേരെ പോയിട്ട് റൈറ്റ്. പുള്ളി ഇവിടെ കയറണേ. വേമ്പാ അനങ്ങി നിൽക്കി ക്യാമറമാനെ. അടുത്ത തുറക്കണ്ട. എല്ലാം എടുക്കാം. You pick one food item and the other team must both eat it together. It can't cost more than 200 rupees. നമുക്ക് കിട്ടിയ ടാസ്ക് തന്നെ അവർക്ക് കൊടുക്കാം. അങ്ങനെയല്ല നമുക്ക് അവർക്കൊരു ടാസ്ക് കൊടുക്കാം. നമുക്ക് അവർക്കൊരു ടാസ്ക് കൊടുക്കാം. എന്താ കൊടുക്കണ്ട? നമ്മൾ ഇപ്പം തിന്നില്ലേ സബ്വേ, അത് 200 രൂപയ്ക്ക് കിട്ടത്തില്ല. 200 രൂപയ്ക്ക് 200 രൂപ അടിയിലായിരിക്കണം ആ ഐറ്റം. എന്താ ബിരിയാണി കൊടുക്കാനാ? 100 രൂപ ബിരിയാണി. നമുക്ക് തന്നെയല്ലേ ആരും കഴിക്കാൻ നോക്കട്ടെ. എനിക്കിപ്പോ സന്തോഷമായി. ദൈവം ഉണ്ട്. നമുക്ക് ഓട്ടോ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നതോട്ട് പോവാം. ഗൈസ് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര ഫേമസ് ഹോട്ടൽ കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ഓട്ടോ ചേട്ടൻ പോലും അറിയത്തില്ല. നമുക്ക് ബിരിയാണിക്ക് വരാൻ കൊക്കോള കൊടുക്കാം 2 ലിറ്റർ. അതല്ലേ കുറച്ച് നല്ലത്. 2 ലിറ്റർ 4, അപ്പം 4 ലിറ്റർ. 4 ലിറ്റർ സങ്കടമായി പോയി ശരിക്കും എനിക്ക്. വീണ്ടും ഫുഡ് കഴിക്കണമെന്ന് വെച്ചാ. അപ്പൊ നമ്മള് ഇപ്പൊ വിളിച്ച് ഓർഡർ ചെയ്യുവാണ്. നമുക്ക് ടൈം അത്രയും കളയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. യൂബൂല് ലെഗ് പീസ് ഇല്ലെന്നാ പറഞ്ഞത്. പകരം എന്തുകൊണ്ടെന്ന് അവർ ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുന്നു. പുള്ളിക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ലെന്ന് തോന്നുന്നു. പുള്ളി അവിടെ വെറുതെ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാലറീസ് കേട്ടപ്പോ കാലറീസോ അതെന്താ ചാകുന്നത്. നമുക്ക് വിളിച്ച് പറയാം ടാസ്ക് മറ്റേ കൊക്കോള ഓടിക്കണമെന്നുള്ള. പറയണ്ടേ? അതിനൊരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം കുടിച്ച് തീർക്കുമ്പോൾ അവർ വെച്ച് ചിലപ്പം കുടിച്ചിരിക്കും. നമ്മൾ അടുത്തൊരു ചാലഞ്ച് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. വിളിച്ച് പറഞ്ഞിട്ട് പറയണം. അപ്പം തന്നെ ആ 4 ലിറ്റർ കുടിച്ച് തീർക്കണം എന്ന് പറയണം. അതാണ് നമ്മുടെ ടാസ്ക്. കണ്ണിങ്ങായ കൊച്ചാണേ, പണി കിട്ടും അമ്മമാർക്ക്. കുരുട്ടുബുദ്ധിയാ കുരുട്ടുബുദ്ധി. അടുത്ത ടാസ്ക് തുറക്കാം. അടുത്ത ടാസ്ക് ഞാൻ മേലോട്ട് കയറാം. ഓക്കെ. അടുത്ത ടാസ്ക് both of you have to eat food worth 500 calories. 500 കാലറി. ഇത് നടക്കും. 500 കാലറിയുടെ 2 പേർക്കും കഴിക്കണം. നീ 500 ഞാൻ 500. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ യൂബൂൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂബു, പനമ്പള്ളി നിന്നുള്ള യൂബു. അപ്പൊ ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ലെഗ് പീസ് കഴിക്കാൻ. ലെഗ് പീസ് ഷോർട്ടേജ് ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാനേജറോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാലറി ഉള്ളത് ഏതിനാ? 100 ഗ്രാം കാഷ്യൂ. ഓക്കെ ബാ. കാഷ്യൂ മേടിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ ഇപ്പം തന്നെ അത് കഴിക്കും. നമ്മള് പിന്നെ ഈ മോള് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. 500 കാലറിയുടെ കാഷ്യൂ മേടിക്കാം. കാഷ്യൂ അവിടെ കിട്ടും. തന്നെ വീഴരുത് കേട്ടോ. ഇല്ല ഇവള് ഈ ലിഫ്റ്റിൽ കിടന്ന് ഈ എസ്കലേറ്ററിൽ കിടന്ന് ഓടിക്കളിക്കുക. ഓടിക്കളിക്കുകയാണ് എസ്കലേറ്ററിനകത്ത്. ഇവിടെ എന്തായാലും ദഹിക്കുള്ളതൊക്കെ. നമ്മളപ്പോ 5 ക്രിസ്പി വിങ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതേ ഇവിടെ ഉള്ളൂ തൽക്കാലം. അപ്പൊ നമുക്ക് അത് കഴിക്കാം. ഒരു 10 മിനിറ്റ് എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കാൻ സമയമില്ല. വാ. അപ്പൊ നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് 199 രൂപയാണ്. അപ്പൊ ഇത് എത്ര കാലറി ഉണ്ടോ നമുക്ക് നോക്കണം. നമുക്കൊന്ന് ചാറ്റ് ചോദിച്ചു നോക്കാം എത്ര കാലറി ഉണ്ട്. കാലറി എത്രയാണോ നോക്കിയിട്ട് കഴിച്ചാലും മതി. 100 ഗ്രാം. ഇത് 2 കഴിക്കണം. 2 കഴിച്ചാ 500 കാലറി നടക്കോ? നീ 2 കഴിച്ചാ പോരെ? കുറച്ച് കഴിച്ചാ പോരെ? ഇതൊന്നും അണ്ടിപ്പരിപ്പും കൂടെ കഴിച്ചാ പോരെ? നീ 2 കഴിക്കത്തില്ല? ഒന്ന് കഴിച്ച് നോക്കാം. ഇവിടെ ചോട്ടിക്കുന്ന
5 പീസിന് ഒരു 6 പീസ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു പീസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോഴത്തേന് 500 കാലറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. സോ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കാം. വിവേക് ബ്രോ പ്രോയിലറിന്റെ പോയിരിക്കണം, അപ്പോൾ അതിന് മുമ്പേ തീർക്കാം. വന്നോ ചിക്കൻ വന്നോ? ചിക്കൻ വന്നു. ഞാൻ താഴത്തെ കടയിൽ പോയി ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. കാരണം തൊണ്ട മൊത്തം പോയെന്നേ. ആശുപത്രി ചിലവ് നിങ്ങൾ വഹിക്കണം ഗൈസ്. ഇത് എത്ര കാലറി ഉണ്ടെന്ന് കാണിച്ചു ഇങ്ങോട്ട് വാ. വേണ്ട, ഇത് 100 ഗ്രാം 560 കാലറിയാ. കഴിച്ചു തീർക്കണം. അതിന്റെ അടുത്ത ടാസ്ക് ചെയ്യണ്ടേ തീർത്തിട്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവാ? എവിടെ തൊട്ടാലും അവസ്ഥയാണല്ലോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കട്ടി, ഭയങ്കര തണുപ്പ്, കഴിക്കാൻ പറ്റൂല. ഇതാണ് ഒടുക്കത്തെ ചൂട്. പക്ഷെ കഴിച്ചില്ലേ പറ്റത്തുള്ളൂ. ചലഞ്ച് ആയി പോയില്ലേ. അവന്മാർക്ക് നമ്മൾ ഇത് കഴിച്ചിട്ട് ടാസ്ക് കൊടുക്കാം കേട്ടോ. അവന്മാർ 2 ലിറ്റർ പെപ്സി കുടിച്ച് കളിക്കട്ടെ. നമ്മളെ കൊണ്ട് ബിരിയാണി കഴിപ്പിക്കുമല്ലോ. ഗായ്സ് നമുക്ക് 6 വിങ്സ് ആട്ടോ വന്നത്. അപ്പോൾ ഓരോ വിങ്സിലും 100 കാലറി വെച്ച് 600 വിങ്സ്. നമുക്ക് 500 വിങ്സിന് 500 വിങ്സ് അല്ല, 500 കാലറിയുടെ ആവശ്യമുള്ളൂ. ഞാൻ അത്ര മധുരം കഴിക്കാറില്ല. ഞാൻ പിന്നെ കഴിക്കുന്നത് പ്രശ്നമല്ല. ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഫുഡ് വേസ്റ്റിന് എതിരാണ്. അപ്പോൾ നമ്മൾ മൊത്തം നിൽക്കാൻ നമുക്ക് ആവശ്യം പറഞ്ഞാൽ 5 തിന്നാൽ മതി. 500 കാലറി ആവും. അയ്യോ എന്തൊരു ചൂട്. ഫാസ്റ്റാക്ക് പെട്ടെന്ന് എടുക്കുന്ന പറഞ്ഞ പുള്ളി മുക്കി പൊരിച്ചങ്ങ് എടുത്ത്. നല്ല പൊള്ളലുണ്ട്. 250 കാലറി തീരാൻ പോയി കഴിച്ചു കഴിഞ്ഞാൽ. നീ പറയാവുന്നതല്ല. എന്ത് തീറ്റി ഇത് തന്നെ തന്നെ വെച്ച. ഞാൻ 2 പീസ് തീർത്തിട്ടുണ്ട്. ഇപ്പം ഇനി 3ാമത്തെ പീസ് എടുക്കാം. എൻ്റെ 2ാമത്തെ കഴിഞ്ഞു. 3ാമത്തെ പീസ് എടുക്കാം. ശരി, ഒന്ന് ഫിനിഷ് ചെയ്ത് വിട്ടെ. ഇത് അലിഞ്ഞു തുടങ്ങുന്നത് കേട്ടാ. ഇവിടെ തിന്നാ തീരും. തല ഇറങ്ങുന്നുണ്ട്. നോ പ്രോബ്ലം. ഞങ്ങൾ 500 കാലറി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതേ ഓപ്ഷൻ ഉണ്ടായിരുന്നു 6 പീസ് ഓർഡർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഫുഡ് കാലറി കുറഞ്ഞു പോയെന്നാരും പറയരുത്. അതുകൂടെ ഉണ്ട്. കൂടിപ്പോയി നിങ്ങളാരും പറയല്ലേ പ്ലീസ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് തിന്നിട്ടില്ല. അത് ഇത്ര സ്പീഡില്. 500 കാലറി തീർന്നു കേട്ടാ. നിന്റെ കൂടെ ബാക്കിയുള്ളൂ. എൻ്റെ 500 തീർന്നു. കഴിഞ്ഞു ഇതേ. അങ്ങനെ 500 കാലറീസ് ഇതാണ്. നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം. ഇവിടെ അല്ലെങ്കിൽ മുമ്പോട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചോക്ലേറ്റ് കഴിക്കട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് 4ാമത്തെ ടാസ്ക് തുറക്കാം. മെയ്ക്ക് എ ബാസ്കറ്റ്ബോൾ ഷോട്ട് ഇൻ എ ഹൂപ്പ് ഫ്രം 10 feet. തോറ്റ്. ബാസ്കറ്റ്ബോളൊക്കെ ഇനി ഇവിടുന്ന തോറ്റ്. അല്ല, അടുത്ത് തുറക്ക്. ഇത് പറഞ്ഞാൽ പോരെ. അടുത്ത ടാസ്ക് തുറക്കുക. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്കില്ലേ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണം. ചിക്കൻ ചെമ്പീന്ന് നമുക്ക് ഓൾറെഡി ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണം. ഒരു ബിരിയാണി കഴിക്കണ്ടേ. അപ്പോൾ 2 ബിരിയാണി കഴിക്കണം. 4 ബിരിയാണി ഉണ്ട് ഫുള്ള് കഴിക്കാൻ. സങ്കടം മാത്രം അല്ലേ. ദുഃഖമില്ല, സങ്കടം മാത്രം. ലക്കൊട്ടും കൊള്ളത്തില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ അടുത്ത ഓട്ടോ ബുക്ക് ചെയ്യട്ടോ ഗൈസ്. ഇത് നമുക്ക് നല്ലൊരു പെടാപ്പാട് ടാസ്ക് ആയിട്ടേക്കുന്നത്. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പോകണം. ആദ്യം കോർട്ട് കണ്ടുപിടിക്കണം. ബാസ്ക്കറ്റ് ചെയ്യണം. ബാസ്ക്കറ്റും ചെയ്യണം. ബാസ്ക്കറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പണ്ട് വിളിച്ചതാ. എടാ, ബിരിയാണി ചെമ്പ് കട അറിയാവാ? അതെ, അവിടെ എടപ്പള്ളി കഴിഞ്ഞ് കളമശ്ശേരി. എത്ര കളമശ്ശേരി വരെ? 600 രൂപ. ആ, അത് 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ 600 രൂപ. ആ അതെ. ഉള്ളി അത് യൂബർ കൂടെ നോക്കട്ടാ. അത് 216 ബുക്കായി. ഇവിടെ ഉണ്ട്. ശരി, ലിപ്സ്റ്റിക് പോയോ? 45. ഇങ്ങോട്ടോ ഈ കോട്ട. തിന്ന് തീർന്നു. ഞങ്ങൾ പെട്ടെന്ന് ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. ബോളില്ല ഞങ്ങളുടെ. നമ്മൾ 2 പേരേ ഉള്ളൂ. നമുക്ക് ഒരാൾക്ക് ബാസ്ക്കറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. ഒറ്റ ടാസ്കേ ഉള്ളൂ. ബോൾ തരണേ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാവേ. അടുത്തുണ്ട്, പെട്ടെന്ന് എത്തും. ഗൈസ്, അപ്പോൾ നമ്മൾ അവസാനം കൺവിൻസ് ചെയ്തിട്ടുണ്ട്. കൺവിൻസിങ് സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്ക് പോകാം. എടാ, അങ്ങോട്ട് പോകുന്നു. ഇതല്ലേ കേട്ടോ. അതാണ് ഓട്ടോ. ഊബറാ. ഞാനാ ഊബറാ.
ഞാൻ വിളിക്കും ചേട്ടൻ വേണ്ട ഞാൻ ചേട്ടനെ വിളിക്കും ചേട്ടൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വെക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഊബർ എന്ന് പറഞ്ഞു ചേട്ടൻ വേണ്ട വേണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് നമ്മൾ ഊബറിൽ കയറി. മറ്റേത് കുറച്ച് കൂടുതലായിരുന്നു. ചേട്ടൻ തന്നെ പറഞ്ഞ് ഊബർ പിടിച്ച് പോകാൻ. അവരെ നമ്മൾ ഊബറിൽ കയറി. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചിലപ്പോൾ 100 രൂപ അടിയിലെ ബിരിയാണി കാണും. ഒരു 4 ബിരിയാണി കഴിക്കാം. ഓട്ടക്കാരൻ നിർത്തത്തില്ല. എന്താ ഉച്ചയ്ക്ക് ചോറിനാൻ പോകുന്ന സമയമായിരിക്കും. ചോറിനാൻ പോകുന്ന സമയമുണ്ട്. നമ്മളെ വേണ്ട. നമുക്ക് ഓട്ടോ കിട്ടിയോ? 600 മീറ്റർ നമുക്ക് ഓട്ടോ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. 600 മീറ്റർ സാധനം വരും. നമ്മൾ ആദ്യം ഡോൺ ബോസ്കോ സ്കൂളിലൊന്നും വിളിച്ച് അന്വേഷിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നടപടിയില്ല. നമ്മൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്ത് എടുത്ത്. പക്ഷെ അത് ഒരു 9 കിലോമീറ്റർ ദൂരെ. അപ്പൊ ഇത് ഒരു 5 കിലോമീറ്റർ ദൂരെയാ. നമുക്ക് വണ്ടിയും കിട്ടി ഇപ്പം. അപ്പൊ നമുക്ക് നോക്കാം. അവിടുത്തെ പുള്ളി ഇച്ചിരി നോക്കാന്നൊക്കെ പറഞ്ഞ് എത്ര മണിക്കൂറത്തേക്കൊക്കെ വേണമെന്ന്. നമ്മുടെ ഇടയിൽ കാരണം 1 മണിക്കൂർ എടുക്കുമായിരിക്കും. ഒറ്റയടിക്ക് നീ ഇടും. അത് മതി അർജുൻ എംപിക്ക്. അർജുൻ മനോജ് MP പറഞ്ഞ ബിരിയാണി ചെമ്പെത്തി. നമ്മള് ബിരിയാണി ചെമ്പിലെത്തി. ഇവിടെ നിന്ന് 4 ബിരിയാണി. ഭാഗ്യത്തിന് 100 രൂപ അടി ബിരിയാണി ഉണ്ടെങ്കിൽ നമുക്ക് അതും കഴിക്കാം. ഈ കടക്ക് ഞാൻ കുറച്ചേറെ വലിപ്പമുള്ളതെന്ന് തല മുട്ടി നിൽക്കുന്നു. നീ കഴിക്കോ, കുറെ കഴിക്കണം. 4 ബിരിയാണി കഴിക്കാൻ പോകും. അപ്പൊ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. വേഗം കഴിക്കോ. കത്തിച്ച് പിടിയാട്ടാ. എങ്ങോട്ടാ പോണ്ടേ? നമുക്കിനി ഒരു ടാസ്ക് കൂടെ ഉള്ളൂ. ഈ ടാസ്ക് തീർത്ത് കഴിഞ്ഞു. പക്ഷെ ഇത് ഇച്ചിരി ഹ്യൂമഗസ് ടാസ്ക് ആണ്. പക്ഷെ നമ്മുടെ അർജുൻ MP അണ്ണ അടിക്കുമെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇവിടെ 100 രൂപ അടിയിൽ ബിരിയാണി ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി പിന്നെ 100 രൂപ അടിയിൽ 100ന്റെ ബിരിയാണി തപ്പേണ്ടി വരും. ഹാഫ് എവിടുന്ന് കഴിക്കാണ്? നമ്മള് ഇതുണ്ടല്ലോ ബ്രെഡിന്റെ ഇതൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. എനിക്കറിയാം. നമ്മൾ കല്ലൂർ എനിക്കറിയാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഷോട്ട് ബോൾ മേടിക്കുന്നു, ഇടുന്നു, വീഴുന്നു. 10,000 ഓറയായിരിക്കും. 10,000 ഓറയായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് നോക്കാം 10,000 ആണോ ദൈവമേ. മൈനസ് ആവുമോ നോക്കാം. അപ്പൊ നമ്മുടെ 4ാമത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പൊ പറഞ്ഞേക്കാം അവന്മാർക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന്. അപ്പൊ നമുക്ക് വിളിച്ചിട്ട് കൊക്കോള കുടിക്കണമെന്ന് പറയാം. അപ്പൊ തന്നെ കുടിക്കണമെന്ന് പറയാം കേട്ടോ. ഇപ്പോഴൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോഴല്ലേ കഴിക്കുന്നത് ബിരിയാണി. നമ്മളിപ്പോഴും കഴിച്ചിട്ടില്ല. കുടിക്കുന്ന ഒറ്റ അടിക്ക് തന്നെ കുടിക്കണം. അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ എന്തൊരു നോ പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാധാരണ ഏതൊരു ദിവസം പോലെ കടന്നു പോകും. ചേട്ടൻ യെസ് പറഞ്ഞാൽ അതൊരു പ്രചോദനമായിരിക്കും. ഹലോ. ഇപ്പൊ ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ തരേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് 2 പേർക്ക് 2 ലിറ്റർ കൊക്കോള കുടിക്കണം. ഓക്കെ ശരി കുടിക്കാം. അപ്പോൾ നമുക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും 2 ലിറ്റർ വീതം കൊക്കോള കുടിക്കണം. കൊക്കോളയ്ക്ക് വരെ വേറെ കുടിക്കാൻ പറ്റുമോ? ഇല്ലില്ല കൊക്കോള. അതെ കോക്ക് കുടിക്കൂല. അതുകൊണ്ട് കോക്ക് കുടിക്കൂല ഇവൻ. പെപ്സി 7 അപ്പ് എന്തെങ്കിലും പെപ്സി 7 അപ്പ് അങ്ങനെ എന്തെങ്കിലും. പെപ്സി കുടിക്കും. 2 ലിറ്റർ. ഒരാള് കൊക്കോള കുടിച്ചോ, ഒരാള് പെപ്സി കുടിച്ചോ. അല്ല എന്നാ എനിക്ക് മിറിണ്ട. ഇല്ലില്ല പെപ്സി ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത്. പെപ്സി കുടിക്കും. എന്നാ ശരി. കൊക്കോള എല്ലാം വേസ്റ്റ്. 8 സ്പൂൺ ഷുഗർ. ഒരാള് കൊക്കോള, ഒരാള് പെപ്സി. ഒരാള് കൊക്കോള, ഒരാള് പെപ്സി. ശരി 2 ലിറ്റർ ഒരാള്. ശരി. ഇവിടെ ഒറ്റയടിക്കല്ല കഴിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെ പോകുന്നു ഇങ്ങോട്ട്? ഞാൻ നിന്ന് തീരത്തില്ല. ഇവിടെ നിന്ന് പോകണതേ ഉള്ളൂ. ഇങ്ങോട്ട് എന്റെ ഇറങ്ങത്തില്ല. കണ്ടു പതുക്കെ അത് നിന്ന്. പക്ഷെ ഫസ്റ്റ് കുളിക്കുന്നത് അല്ല ഗൈസ്, നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. നമുക്ക് ബാസ്കറ്റ് കോർട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്ക് 5ാമത്തെ ടാസ്ക് നമുക്ക് ചെയ്യാം. കൊക്കോള കുടിക്കാം. ഉണ്ടോ ചേട്ടാ? കൊക്കോള ഉണ്ടോ? കൊക്കോള സിറ്റിയിലേക്ക് പോകണം. എത്ര ദൂരം ഉണ്ട്? പോയിട്ട് വരാം അല്ലേ? പോയിട്ട് വരാം. നമുക്ക് നേരെ കൊക്കോള അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനായിട്ട് പോവാം. കാരണം ഇവിടെ ടൈം എടുക്കും. ഇവിടെ അടുത്തെങ്കിലും കടയില്ല. എങ്ങനെ ഓടിപ്പോനോ? പോയിട്ട് വരാം. ഞാൻ ബിരിയാണി പെട്ടെന്ന് കഴിക്കും കേട്ടാ. ഇതായിട്ട് പിന്നെ ബിരിയാണി കഴിക്കണമല്ലോ. ഞാൻ കൊക്കോള പറഞ്ഞിട്ട് അവന്മാർക്ക് ഒട്ടും ഒരു പേടിയില്ലായിരുന്നു. നിനക്കെന്ത് പറ്റി? ഒന്നും മിണ്ടാട്ടില്ലല്ലേ? എന്റെ ബിരിയാണി തീർന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ തൊട്ട് ഇവിടെ പുറത്ത് വന്നപ്പോൾ നമുക്ക് പെപ്സി കിട്ടി. 3 കുപ്പി 750 കറക്റ്റ് 2 ലിറ്ററിന്റെ മേളിലുണ്ട്. ഇത് നമുക്ക് മേടിക്കാം. എനിക്ക് മാത്രമേ പെപ്സി കുടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൊക്കോള കുടിക്കണം. കൊക്കോള വിടില്ല. ഞാനിപ്പോൾ പെപ്സി കുടിക്കാൻ പോവാണ്. നമുക്ക് 2 ലിറ്റർ തീർക്കാണ്ട്. $100 ബിരിയാണി തപ്പണമല്ല. നിന്നൊക്കെ കഴിക്കുന്നു. കഴിക്കാതെ ഓടാൻ പോവാണ്.
ഈ കാണുന്ന ചായക്കടയിലുണ്ട് നമുക്ക് കൊക്കക്കോള. ചേച്ചി ഒരു 3 കുപ്പി. ആ തണുപ്പ്. 1 ലിറ്ററിന്റെ ഉണ്ടോ? വലിയ കുപ്പി ഉണ്ടോ? വലിയ കുപ്പി ഇല്ല, ചെറുതേ ഉള്ളോ? ആ ചെറുതെങ്കിൽ ചെറുത്. 250 250 പ്ലസ് 150 ഫ്രീ. അപ്പൊ 350. 400 800 1200. ഓ 1600. 2000. 2 ലിറ്റർ കൊക്കക്കോള മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇതിനകത്ത് 250 ml ആണ് വരുന്നത്, പ്ലസ് 150 ml ഫ്രീ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുപ്പിക്കകത്ത് വരുന്നത് 400. അങ്ങനത്തെ 5 എടുത്തപ്പോൾ 2000. 2 ലിറ്റർ. അപ്പോൾ പോകാം. ദൈവമേ എന്തോരം ഷുഗർ അടിച്ച് കയറ്റുന്നത്. ഷുഗറോ? അപ്പോൾ കഴിച്ചാലവിടെ വെളിയിലോട്ട് വരും. ഇവിടെ ചിക്കനും തീർത്തിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ചോറ് തീർത്തിട്ടില്ല. ഇനിയും ബിരിയാണി കഴിക്കാനുള്ളതാ. അവൾ മെത്തേഡ് ആക്ടറാ. എല്ലാ ആക്ടർമാരാ. അവൾക്ക് നിഷ്പ്രയാസം കഴിക്കാൻ പറ്റും. പക്ഷെ വെറുതെ ഒരു സസ്പെൻസിന് വേണ്ടി അവളിങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു. ഞങ്ങളുടെ അണ്ണൻ ക്രിസ്ത്യാനെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കുടിക്കല്ലെന്ന്. പക്ഷെ ടാസ്ക് ആയിപ്പോ എന്ത് ചെയ്യാനാ, കുടിച്ചാലേ പറ്റത്തുള്ളൂ. എനിക്ക് വയ്യ, മതി. അടുത്ത ടാസ്ക് ഉറക്കാം. പിന്നെ അടുത്ത ബിരിയാണി എവിടെ കിട്ടുമെന്നാണ് നോക്കണം. പകുതി കഴിക്കും ഞാൻ, ബാക്കി കഴിച്ചു. അതിലുള്ള കുരുമുളകെല്ലാം വാരിയിട്ടുണ്ട്. പെപ്പർ. ഞാൻ കരയുന്നതല്ല, നിങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. എരിവ് കൂടുതൽ പോകുമ്പോ എനിക്ക് കണ്ണീന്ന് വെള്ളം വരും. തീർത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ കോപ്പ നമ്പർ 1 നമുക്ക് അടിച്ച് തീർക്കാം. ലാസ്റ്റ് ഒരു ക്വെഞ്ച് ഓഫ് തേഴ്സ്റ്റ് നമുക്ക് തീർക്കാം. അങ്ങനെ ആദ്യത്തെ 400 ml കഴിഞ്ഞു. കഴിക്കാൻ പറ്റും. ഒടുക്കത്തെ നിരക്ക് കരയുന്ന കണക്ക് അഭിനയിക്കുവാണ് ഗൈസ്. കരയുന്ന കണക്ക് അഭിനയിക്കുവാണ്. തീർന്നോ? മൂത്രം ഒഴിക്കാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനതാ വിചാരിച്ചു 2 മൂത്രമൊഴിച്ചോളെ. നമ്മുടെ 3 ടാസ്ക് തീർന്ന് ഇനി 2 ബാക്കിയുണ്ട്. ലെക്കില്ലെന്നല്ലേ? അതൊട്ടുമില്ല. എന്റെ ജീവിതത്തിലെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇത് ഒടുക്കത്തെ ടാസ്ക് ആയിരിക്കും. അടുത്ത ടാസ്ക് വായിച്ചോ. Both have to eat XXS burger at Burger Lounge. തീരുന്നേ ഇല്ലല്ല. ബർഗർ ലോഞ്ചിന്ന് XXX ബർഗർ. ഈ 100 രൂപയുടെ ബിരിയാണി ഇവിടെ. ബാ സമയമില്ല. ബർഗർ ലോഞ്ച് എവിടെയാ? ഞാൻ തളർന്നു. മടുത്തു. ജീവിതം മടുത്തു. ഞാൻ പോവാ. എനിക്കൊന്നും വേണ്ട. നമുക്ക് XXX എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു ബർഗറും പിന്നെ ഒരു ബിരിയാണി കഴിക്കേണ്ടി വരും. ഇത് ജയിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും മോനെ. ഞാൻ എല്ലാ ഗെയിമും ജയിച്ചിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അടുത്ത ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഷുഗർ ഷുഗർ എന്നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇതിനെതിരാണ്. ഞങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സിനെതിരാണ്. പക്ഷേ എന്താ ചെയ്യാനാ? 2 ലിറ്റർ വെച്ച് കഴിക്കും. ഇന്ന് മൊത്തം ഐസ്ക്രീം ഷുഗർ, സോഫ്റ്റ് ഡ്രിങ്ക് ഷുഗർ. എന്ത് ചെയ്യാനാ? ഓടാനാ? ഓടി അവളായിട്ട് ഓടിക്കണം ആൾക്കാർ വിചാരിച്ചല്ലേ. തിരിച്ചാടാ. അതാണ് മത്സരം. ആര് ഫസ്റ്റ് എത്താ അവര് ജയിച്ചു. ഇതുപോലെ വല്ലതും കൊടുത്താൽ തീർന്നല്ലേ? ബിരിയാണി കുറച്ച് ഈസി ആയി. തിന്നാനാ പറഞ്ഞത്, കുടിക്കാനല്ല ചലഞ്ച്. അവരുടെ കയ്യിലിരിക്കുന്ന ഇതിലല്ലേ അറിയത്തില്ല. അത് ശരിയാ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് ഫുഡ് എന്നാ പറഞ്ഞത്, ഡ്രിങ്ക്സ് എന്നല്ല. ഇത് ഫുഡിൽ വരത്തില്ല. ഇത് ബിവറേജാ. ഫൗളാത് അല്ലേ? തോറ്റ് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ടുപോകാൻ രഥം എത്തിയിരിക്കുന്നു. വരൂ. രഥത്തിൽ കയറുന്നു, പോകുന്നു. വണ്ടി വന്നു. ഇതാണ് വണ്ടി. നേരത്തെ കേട്ടാ. നീ റെസ്റ്റ് ചെയ്തോ കേട്ടാ. കുറെ ഫുഡ് കഴിക്കാൻ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. നീ ഇത്രയും കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ കാണുമ്പോഴും വിചാരിക്കും ഇവരൊക്കെ എങ്ങനെയാ ഇത് തിന്നുന്നേ. പക്ഷെ ഇത് ഫുള്ളും ഞാൻ തന്നെ വലിപ്പിക്കേണ്ടി വരും. എന്റെ അടുത്ത് പറഞ്ഞത് ടാസ്ക് കിട്ടുമെന്ന് അതിനകത്ത്. പക്ഷെ നമുക്ക് ഫുള്ളും ഫുഡാ കിട്ടിയത്. അവർക്കായിരിക്കും ടാസ്ക് ഒക്കെ കിട്ടിയത്. എനിക്കിവിടെ ടാസ്ക് എടുക്കാൻ തരണമായിരുന്നു. അവരല്ലേ എല്ലാം എടുത്തേ. എല്ലാം അവരാ എടുത്തേ. എനിക്കൊന്നും തന്നില്ല. ഈ XXX ബർഗർ ലോഞ്ചിന് എത്ര വലുതാണ് ദൈവത്തിന് അറിയാം കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കണം. ഇതിന്റെ വില ഇപ്പോൾ 220 ആയിട്ടുണ്ട്. ഇതിന് 100ഉം അതിന് 120, 220 രൂപയായി. എൻവലപ്പിനകത്ത് 200 ആണെങ്കിൽ അത് ഫൗളാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് ബിരിയാണി കിട്ടരുതേ എന്ന്. ബിരിയാണി തിന്നാൽ ഞാൻ പെട്ടെന്ന് ഇതിൽ കയറേണ്ടി വരും. തൊട്ടാലേ പട്ടാസാണ്. ഇതിലേക്ക് ഗ്യാസ് കളയണോ? ഇല്ല, ഒരു നല്ല സ്കീമാണോ? നമുക്ക് എന്തായാലും ടാസ്ക് ഒന്നും കിട്ടിയില്ല. ഫുള്ള് ഫുഡ് തന്നെ കിട്ടിയിരിക്കുന്ന. അപ്പൊ കരഞ്ഞോണ്ട് കാര്യമില്ല.
നമ്മൾ കരയാനും പോകുന്നില്ല, നമ്മളെ കഴിച്ച് തീർച്ചയായും ബാക്കിയുള്ളത് തന്നെ നോക്കാം. ഇതാ ബർഗർ ലോഞ്ച്. ട്രിപ്ലെക്സ് ബർഗർ ഉണ്ട് വേണ്ട വേണ്ടമ്മ എത്ര ഗായ്സ് ചോദിച്ചപ്പോൾ അകത്ത് കോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതൊരു ഗൂഗിൾ വരണം, ഗൂഗിൾ വന്നാലേ തുറന്നു തരത്തോളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വരുന്നതിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എനിക്കാണെങ്കിൽ ഇനി 3 കുപ്പികളുണ്ട്, അവനൊന്നും ആയില്ല. 2 കുപ്പി ഉള്ളൂ. ബിരിയാണി കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. അത് 100 രൂപ അടിയിൽ. പിന്നെ അതിന്റെ പക്കത്ത് ഈ ടൗണ് ഇടപ്പള്ളി ആക്ച്വലി കാക്കനാടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാക്കനാട് പോവുകയാണെങ്കിൽ പിന്നെ കലൂറായിട്ട് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അതാണ് വരെയൊക്കെ പോകുന്ന ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് തപ്പാണ്, ഇത് കഴിഞ്ഞിട്ട് തപ്പാണ്, ഇത് കഴിച്ചു തീർക്കട്ടെ. അമ്മമാരെ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. വലിയ ഹെവി ഒന്നും അല്ല ഫുഡ് അല്ലേ. ഞാനൊരു ബോട്ടിൽ തീർത്തു, അതായത് ഏകദേശം 2 ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നീ 3 ബോട്ടിൽ തീർത്തു. ഇനി എനിക്ക് 2 ബോട്ടിൽ, നീർക്കും 2 ബോട്ടിൽ. 400 1200 ml 1 ലിറ്റർ 200 ml കഴിഞ്ഞു. ഞാൻ 750. ഞാൻ പറഞ്ഞു 2 റൗണ്ട് ഓടിക്കഴിഞ്ഞു. ഞാൻ ഓടിയിട്ട് വരാം. ഇപ്പൊ ഈ കുടിച്ചൊക്കെ ദഹിപ്പിച്ച് കളയാനായിട്ട് നമുക്ക് ഓടിയിട്ട് വരാം, വേർപ്പിച്ച് കളയാം. ബിഗ് സ്ക്രീനിൽ വൈറലായിരിക്കും. അതെ അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഒരു ടാസ്ക് പോലും കിട്ടില്ല. എല്ലാം ഫുഡ് കഴിക്കുന്നത് തിന്ന് വയ്യാ. അപ്പൊ നിങ്ങൾ എനിക്ക് തിന്നാനല്ലേ വന്നത്, തിന്നാനാണ് വന്നത്. പക്ഷെ എന്നാലും ടാസ്ക് മൊത്തം അവർക്ക് കിട്ടി. നോട്ട് എ പോയിന്റ്. ഭയങ്കര കഷ്ടപ്പെട്ടു അവിടെ കൺവിൻസ് ചെയ്യാൻ, ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷേ എങ്ങനെയും നമുക്ക് കളിച്ചാൽ പോയി. കാരണം 1 മണിക്കൂർ സ്ലോട്ടേ ഉള്ളൂ. ഹാഫ് കോട്ടിന് 850 രൂപയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഹാഫ് കോട്ട് എടുക്കേണ്ടി വരുമോ? ഇല്ല, വേണ്ടി വരത്തില്ല. ബർഗറിന് കുറച്ച് വലിപ്പം കൂടുതലാണോ എന്നൊരു സംശയം. മുട്ടയൊക്കെ കിടന്ന് കഴി ബർഗർ കുറച്ച് ഏറെ വലുതാ. ഇങ്ങോട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട, കഴിച്ചു തീർക്കുക. ഓ ഇത് ഹെവിയാ. ഒന്ന് കട്ട് ചെയ്യാവോ? തല ഇറങ്ങുന്നു. അയ്യോ, 5 മിനിറ്റ് സമയം കിട്ടുന്നുണ്ട്. നമുക്ക് 5 മിനിറ്റ് അത് പെട്ടെന്ന് ബാസ്കറ്റ് ആയിട്ട് തിരിച്ചു വരാം. റെഡി അല്ലേ? ഓക്കെ പയ്യെ സൗണ്ട് ഉണ്ടാക്കാം. മറ്റേ ഫിഷപ്പൊക്കെ എടുത്തിട്ട് വാപ്പൊക്കെ എടുത്തിട്ട് ആണോ? അടിയടി. ഞാൻ ഇവൻ പുഷപ്പ് അടിക്കുന്നു, ഞാൻ കൈയടിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ബോൾ കിട്ടിയിട്ടുണ്ട്, നമുക്കിനി ഷൂട്ട് ചെയ്ത് നോക്കാം. 10,000 ഓവർ നെഗറ്റീവായി. കമോൺ ഒറ്റ ഒരെണ്ണം. ഓ, സെക്കൻഡ് ട്രൈ. കീപ്പ് ഓൺ ട്രൈ. അടി അർജുന, അടി. ശേ, 3ാമത്തെ ട്രൈ ഫെയിൽ ആയിട്ടുണ്ട്. നമുക്ക് അഗൈൻ ട്രൈ. കമോൺ. ഞാൻ ട്രൈ ചെയ്യട്ടെ. ലാസ്റ്റ് ഒന്നുകൂടെ. ലെറ്റ്സ് ട്രൈ അഗൈൻ. ഫെയിൽ ബെറ്റർ. എനിക്ക് അവളത് കഴിച്ചു. ഞാൻ ഓരോ പാറ്റി വെച്ച് തീർത്തോണ്ടിരിക്കുക. ചൂടും കൂടി ഉണ്ട് അവിടെ, നല്ല എണ്ണ. അതിലും വേണം ഞാൻ തന്നെ. ഇവിടെ ഗ്യാസുള്ള എന്ത് സാധനമാ കിട്ടുന്നത്? പെപ്സിയൊന്നും കിട്ടത്തില്ല ഇവിടെ. റിമ്മലടിച്ചിട്ടുള്ള വരുന്നത്. എന്റെ 3 റിമ്മടിച്ച്. എന്റെ 3 റിമ്മടിച്ച്. അടി 5 മിനിറ്റിൽ തീർത്തുവിട്. ലൈപ്പിടാവോ. അടി. ഓക്കെ, ടാസ്ക് ഡൺ. എടാ പെപ്സി എന്തെങ്കിലും ഉണ്ടോ? പെപ്സി नहीं है. कोकोला. कोकोला वो सब नहीं है. यहाँ पे जो है वो ये kombucha. ഇതില് ഗ്യാസ് ഉണ്ടോ? ഒരു ഏതോ മാംഗോ. അപ്പൊ എനിക്കിനുള്ള 2 വലിയ ബോട്ടിലാണ്, നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ. അപ്പൊ ഇങ്ങനെ ആദ്യം തീർക്കും, ഞാൻ രണ്ടാമതായിരിക്കും മിക്കവാറും. കുടിച്ച് തീർത്തേ പറ്റൂ. ബർഗർ പോലും 2 മൺ മാത്രം ഇട്ടുകൊടുക്കത്തില്ല. നമുക്ക് ഭാഗ്യമില്ല, കുഴപ്പമില്ല. എപ്പോഴും ഭാഗ്യം കൊണ്ടത് ജയിക്കുന്നു, സ്കില്ല് കൊണ്ട് ജയിക്കുന്നു. അതെ. കമൺ ഗൈസ്, നമുക്ക് ഇത് കുടിച്ച് തീർക്കാൻ വേണം. ഇത് കുടിച്ച് തീർത്താലേ നമ്മുടെ ഒരു 4th ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത എൻവലപ്പ് തുറക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേഡിയത്തിൽ എത്തുകയും വേണം, ബിഗ് ഫെലോയുടെ ഫ്രണ്ടിൽ.
അതന്നെ പോകുന്നു. എന്ത് ഫ്ലേവറാ? മാംഗോ. കൊള്ളാം. അടി കഴി. അങ്ങനെ 4ാമത്തെ കുപ്പി തീർക്കാൻ പോട്ടോ. ലാസ്റ്റ് ഇതിൽ തീർക്കാൻ പോവാ. അമ്മേ നമുക്ക് വാഷ് ബേസ്മെന്റ് ഇടാം. വാഷ് ബേസിൻ്റെ വാഷ് ബേസിൻ്റെ വേസ്റ്റ്. പിന്നെ ഞാൻ 2ാമത്തെ ബോട്ടിൽ തീർക്കാൻ പോകണം. ഒറ്റയടിക്ക് വെളിയിലോട്ട് വരാനും അതായിരുന്നു. അടി സക്കെ തീർത്തിരിക്കുന്നു. അവസാനത്തെ പീസ്. ഇവിടെ നടന്ന ഏറ്റവും വലിയ നല്ലൊരു കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്യാൻ. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടുപോയേനെ. ഗൈസ് അങ്ങനെ ഇതിന്റെ 5ാമത്തെ കുപ്പി ലാസ്റ്റ് നമ്മൾ 2 ലിറ്റർ ആവാറായി. 2000 ml ആയി. അപ്പോൾ ഇത് കുടിച്ച് തീർക്കാൻ പോവാണേ. അങ്ങനെ കോപ്പ നമ്പർ 5 അടിച്ചു തീർത്തേക്കാം. ഡിംതിമത്തായി. അവളെ കഴിക്കണം, അല്ലെങ്കിൽ അവൾക്ക് തീർക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ബിരിയാണി ഉണ്ട്. കടി ഇത്ര നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും. You can. നീ ഒരു കോമ്പറ്റേറ്റീവ് ഈറ്ററിന്റെ അഭിനയിച്ച് കാണിക്കുന്നു. ഓടിക്കോടിക്കുക. ഇയാളെ നോക്കുന്നു, റിസപ്ഷനിസ്റ്റ് നോക്കുന്നു. പിന്നെ അടുത്ത ഞാനാണ്. ഇത്ര കൂടെ കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ടാസ്ക് ഫിനിഷായി. എത്ര സിപ്പിൽ അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടാസ്ക് തന്നിട്ട് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. Eat, eat, eat. You can, Arjun MB. Arjun MB. Arjun MB. Arjun MB. ആക്ച്വലി കൊള്ളത്തില്ല, സീരിയസ് ആയിട്ട് കൊള്ളത്തില്ല. ചുമ്മാ ഞാൻ കഴിക്കാം അങ്ങനെ പറയുന്നില്ല, സത്യത്തിൽ കൊള്ളത്തില്ല. അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഒരു വികാരം ഇല്ല അതിന് ടേസ്റ്റിക്ക്. സത്യമല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ എൻവലപ്പ് എടുക്കാൻ പോകട്ടോ. ഗെറ്റ് എക്സാക്ട്ലി 5 people to freeze in place for 1 minute. അതായത് 1 മിനിറ്റത്തേക്ക് എക്സാക്ട്ലി 5 പേരെ ഫ്രീസ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ സ്റ്റേഡിയത്തിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ സഹായിക്കാം, എൻ്റെ ആ മനസ്സ്. അർജുൻ എംബി, അർജുൻ എംബി, അർജുൻ എംബി. പറ്റും 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 എന്നോട് പറ്റും. പറ്റും. എന്താ കഴിച്ചു? സബ്വ കഴിച്ച്, പിന്നെ 500 കാലറിയുടെ അത് കഴിച്ചു, പിന്നെ ബിരിയാണി കഴിച്ചു. ഇത്ര വലിയ പറഞ്ഞു ബിരിയാണി ഇവിടെ ഉണ്ട്. ഭയങ്കര ടാസ്ക് ആയിപ്പോയി. കല്ലൂര് കമോൺ ഗൈസ്, ഈ വണ്ടി കയറാം. സ്റ്റേഡിയം. അപ്പം നമുക്ക് 5ാമത്തെ ടാസ്ക് ആയിട്ട് ഈ ടാസ്ക് കൂടെ ചെയ്ത് തീർത്താൽ നമുക്ക് ഫിനിഷാണ് നമ്മുടെ ചാലഞ്ച്. അപ്പം നമുക്ക് 5 പേരെ കൺവിൻസ് ചെയ്തെടുക്കണം 1 മിനിറ്റത്തേക്ക് ഫ്രീസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇതേ മാലിൽ സമ്മതിക്കും എന്തോ നോക്കാം. എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം കൺവിൻസിങ് സ്റ്റാർ ആവാൻ നോക്കാം. ടാസ്ക് മൊത്തം അവർ ചെയ്ത് ചിലപ്പോൾ അവരിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അതൊരു പ്രശ്നമല്ല. നമ്മൾ ഇത്രയും പൊരുതി തിന്ന് അതൊരു പ്രശ്നമാണ്. നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ. അർജുനബി പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ട്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് ചെയ്യാൻ പോവാണ്. ഓട്ടത്തിൻ്റെ പൈസ കൊടുത്തിട്ട് അതോട്ട് പോകാം. കഴിക്കാം, പെട്ടെന്ന് കഴിച്ചാൽ അവിടെ ഗ്യാസ് തരണം എനിക്ക്. Come on, yeah, I can do it. ബ്രോ നമുക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാം. ഒരു യൂട്യൂബ് വീഡിയോ ഫ്രീസ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ? 1 മിനിറ്റ് ഒന്നും ചെയ്യണം, വെറുതെ അനങ്ങാൻ പറ്റുമോ? ചേട്ടാ പറ്റുമോ പ്ലീസ്? 5 മിനിറ്റ്. നീ പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. സാധാരണ ഒരു ദിവസം കടന്നു പോകും. ശരി, നീ യെസ് പറഞ്ഞു. യെസ് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ബാക്കിയുള്ളവർക്ക് പ്രചോദനമായിരിക്കും. അതെ, പെട്ടെന്ന് കഴിയും. ഒറ്റ മിനിറ്റ് നമ്മളൊരു ബൈ ബൈ.
Arjun, you can. You can. സോ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് അനങ്ങാൻ മതി. അപ്പൊ അടുത്ത ടാസ്ക് നമുക്ക് 100 രൂപ അകത്തുള്ള ഒരു ബിരിയാണി കഴിക്കാനാണ്. റെഡിയല്ലേ? നമുക്ക് എന്നാലും അടുത്ത ബിരിയാണി കട വരെ നടക്കാം, അല്ലെങ്കിൽ ഇത് ദഹിക്കത്തില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഭാഗത്ത് ലെഫ്റ്റിലോട്ട് ഒരു 79 രൂപയുടെ ഒക്കെ ബിരിയാണി കിട്ടുന്ന കടയുണ്ടെന്ന് ഓർമ്മയുണ്ട് എനിക്ക്. ഇപ്പൊ തപ്പേണ്ടി വരും. ഇപ്പൊ 10 സെക്കൻഡ് ആയിട്ടുണ്ട്, ഇനിയും 50 സെക്കൻഡ് ഉള്ളൂ. അത് കണ്ടോ 80 രൂപയുടെ ബിരിയാണി? എനിക്ക് വയ്യ. സ്റ്റേഡിയം വള്ളി കാലം ചുറ്റുന്ന കേട്ടിട്ടുണ്ടോ? കാണിച്ചു ചേട്ടാ, 80 രൂപയുടെ 2 ബിരിയാണി. 20 സെക്കൻഡ് ആയി. 2 ബിരിയാണിക്കകത്ത് ഇത്ര അരി ഉണ്ടോ? കുറച്ച് കുറഞ്ഞ റൈസ് ഉള്ളതെല്ലാം ഉണ്ടാ? ഓൾറെഡി നല്ലതായിട്ട് കഴിച്ചു ഞാൻ. ഒരു ബിരിയാണിയുടെ 2 പീസ് ആക്കി തരുമോ? 30 സെക്കൻഡ് ആയിട്ടുണ്ട്. 3 പേർക്കാ ഒരു ബിരിയാണി കിട്ടി. പക്ഷെ നല്ല വെയിറ്റിനകത്ത് 1 കിലോ ഉണ്ടല്ലോ ചേട്ടാ. ഇത് ഇങ്ങനെ ദാനശീലമായുള്ള റൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ കഴിക്കും? ഓട്ടോയില് പോകുമ്പോ കഴിക്കാം. ഓട്ടോയിൽ പോകുമ്പോഴാ ടൈമിന് അവിടെ എത്തുകയും ചെയ്യും. 80 രൂപയുടെ ബിരിയാണി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഇത് നല്ല വെയിറ്റ് ഉണ്ട് ചേട്ടാ. ചേട്ടൻ 1 കിലോ റൈസ് ഫുള്ള് ഇതിനകത്ത് എടുത്തു. 20 സെക്കൻഡ് ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോ എല്ലാരും ഈ ചേട്ടനെ ഒന്ന് വാങ്ങിച്ച് കഴിക്കണേ. കൊറേ ഉണ്ടേ. എന്നെ കണ്ട് കഴിയും. പാവം ചേട്ടൻ കഴിക്കണേ. 10 സെക്കൻഡ് ഉള്ളൂ. കഴിയാറായി. 5 4 3 2 1. അപ്പൊ നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫിനിഷ് പോയിട്ട് അങ്ങോട്ടല്ലേ? ഓടിയോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. റെഡിയല്ലേ? അവശത ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. അവള് തളർന്നോണ്ടിരിക്കുക. എന്റെ ആണെങ്കിൽ വെള്ള പാന്റ് കാരണം ഇരിക്കാനും പറ്റത്തില്ലല്ലോ. വെള്ളം വേണേ പറയണം കേട്ടാ. നമ്മുടെ ഫൈനലാ. പോയി എത്ര ബിരിയാണി ഉണ്ടെന്ന് കാണിച്ചിരുന്നാ? കുറച്ച് ഏറെ ഉണ്ടല്ലോ. ഇത്രയും കഴിച്ചു തീർക്കണം ഞാൻ. അടിച്ചടിച്ച് അങ്ങനെ തീർത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അർജുൻ ബ്രോയിനെ ആദ്യമായിട്ട് ഒരു ചലഞ്ച് തോപ്പിക്കുന്ന ആൾക്കാർ നമ്മളാണ്. ഉറപ്പാണോടെ? പുള്ളി കാണാനില്ല. പുള്ളി ചിലപ്പോൾ ഇവിടെ വല്ലതും പാത്തിരിപ്പുണ്ടായിരിക്കും. എന്നാലും ഞങ്ങൾ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പിന്നെ അവർ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചേട്ടൻ കഴിക്കില്ല, എനിക്ക് ഒന്നാമത് കഴിക്കേണ്ടി വരും ചേട്ടാ. എന്ത് വലിയ ചിക്കൻ പീസ് വരെ ഉണ്ടല്ലോ. എന്റെ സ്പീഡ് കുറഞ്ഞു, സമയം എടുക്കും കഴിക്കാൻ. നമുക്ക് വിളിക്കാമല്ലേ പുള്ളിയെ? ആയിട്ടില്ല. പിന്നെ പുള്ളി ജയിച്ചല്ലേ നേരത്തെ? എടാ ഇതൊക്കെ പറ്റിയില്ലാടാ, നമ്മൾ തോറ്റടാ. നമ്മൾ തോറ്റു. പുള്ളി എല്ലാം ആക്ടിങ്. അതിന് വഴിയില്ല. വഴിയുണ്ടോ? പുള്ളി കഴിഞ്ഞു. പുള്ളി ഫലൂഡ അടിക്കുന്നുണ്ട് അകത്തിരുന്ന്. എവിടെ? അർജുമായി നേരത്തെ വന്ന് അകത്തിരുന്ന് ഫലൂഡ അടിക്കുന്നുണ്ടല്ലേ? ഇത് വൈകുന്നേരം വന്നോളം നിഷ്പ്രാസം ഇറക്കിയാണ് ഞാൻ. ഇപ്പം അവളുടെ സബ്വേ, അവളുടെ പകുതി ബിരിയാണി, അവളുടെ പകുതി ബർഗർ. എനിക്ക് ഭാഗ്യമില്ലാതായി പോയി ഇപ്രാവശ്യം. കുഴപ്പമില്ല, നിങ്ങൾ കുറെ കിടന്ന് പറഞ്ഞല്ലേ ഭാഗ്യമാണ്. അർജുൻ എംപിക്ക് സബ്സ്ക്രൈബറും കിട്ടി കൊടുക്കുന്ന ഭാഗ്യം. വെറുതെ ഭാഗ്യം. ഇവിടെ എന്തുവാ? നെയ്ച്ചോറ്. വ്യത്യാസം പറയും, പക്ഷെ വയറിന് സൈസ് വേണ്ടേ? ഞാൻ ഓൾറെഡി ഇത് കഴിച്ചു. ആ നെയ്ച്ചോറ് ഞാൻ കഴിച്ചേനെ, പക്ഷെ ഇത് പിന്നെ ഇറങ്ങത്തില്ലതാ. ആലപ്പുഴ. അപ്പൊ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അർജുൻ ബ്രോ നേരത്തെ എങ്ങാനും വന്നിട്ട് ഫിനിഷ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും കാറിലോട്ട് പോവാണ് അർജുൻ ബ്രോയുടെ. അവരതിനകത്തുണ്ടോ ഇല്ലയോ അത് നമ്മൾ തന്നെയാണോ വിന്നർ എന്ന് അറിയാനായിട്ട്. ഏയ് എനിക്ക് ഫുൾ കോൺഫിഡൻസ്. പുള്ളിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? ഇല്ലേ? മെസ്സേജ് കിട്ടിയില്ല അർജുന്റെ. ഇത് 4ാമത്തെ ഊണ് കണക്കാ ഇപ്പൊ കഴിക്കുന്നത്. ആ ആൾക്കാർ ചോദിക്കും കഴിക്കുമെന്ന്. ഞാൻ കഴിച്ചു പൊക്കോണ്ടിരിക്കും. ഇനി കഴിക്കാൻ വയ്യ. ഇല്ല ഗൈസ്, ഇതിനകത്തില്ല കേട്ടോ. ഇതിനകത്ത് മൂപ്പരില്ല. വിളിക്കാല്ലേ? ഫോൺ വിളിക്കാല്ലേ? അപ്പൊ നമ്മളതിനെ ജയിച്ചിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അറിഞ്ഞൂടാ. എന്തായാലും ഓടി തകർത്ത് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും 5 എൻവലപ്പും തുറന്ന് 5 ടാസ്കും തീർത്തിട്ട് വന്നിട്ടുണ്ട്. കൗതുകത്തിനാ? ആ 3 ആക്കളുടെ വീട് ആലപ്പുഴ. ഇത് വെച്ചോ. വേണോ വെച്ചോ. ഇരിക്കട്ടാ. ചോറ് മാത്രം വേണ്ട. കഴിച്ചോ, കുഴപ്പമില്ല. എനിക്ക് വേണ്ട. എന്റെ അമ്മാരെ നടക്കത്തില്ല. കോള് വരുന്നുണ്ട്. അമ്മാര് ജയിച്ചാ? ഹലോ അർജുൻ ചേട്ടാ, കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞോ?
കഴിഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ലാസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നത് 5 പേരെ ഫ്രീസ് ചെയ്ത് നിർത്താം 1 മിനിറ്റത്തേക്ക്. അത് ഒരുമിച്ച് നിർത്തണോ അതോ മാറി നിർത്തിയാൽ കുഴപ്പമുണ്ടോ? ഒരുമിച്ച് നിർത്തണം. എന്തോ ചെയ്യാനാ, നിൽക്കുന്നില്ല, എന്തോ ചെയ്യാനാ? 4 പേര് ഒരുമിച്ച് ഒരാൾ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? 4 പേരല്ല 5 പേര് തന്നെ. 5 പേര് ഒരുമിച്ച് നിർത്തണല്ലേ? ഇമാര് കള്ളം പറയണമെന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. അല്ല മറൈൻ ഡ്രൈവ് ഇപ്പൊ നോക്കിട്ട് വരാം. ശരി, അപ്പോൾ നമ്മൾ നൈസായിട്ട് വിളിച്ച് അവരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ടാസ്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ തീർത്ത് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും പുള്ളി പറഞ്ഞ കള്ളോ കുറെ ടാസ്ക് ബാക്കിയുണ്ടെന്ന്, അങ്ങനെ എന്തായാലും ഒരിക്കലും വരത്തില്ല. ഒരു 4 ടാസ്കെല്ലാം കഴിഞ്ഞ് കാണും, വെറുതെ പറച്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അവർ വരുന്നിടം വരെ. നമ്മുടെ ടാസ്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ വിൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി തമ്പുരാ അറിയും. നീ നിന്നില്ലല്ലോ ഈ ക്യാമറക്കകത്ത് 2 പ്രാവശ്യം വന്ന് എന്റെ ഇതിലിട്ട്, അതിനു മുമ്പേ ആരും നോക്കാത്തപ്പോഴും നീ എന്റെ അതിൽ കൊണ്ടിട്ട്. കുറച്ചല്ലേ, എന്തുവാ സാറ്, ചോറല്ലേ? 80 രൂപയെന്ന് പറഞ്ഞിട്ടേ 2-3 പേർക്ക് തിന്നാനുള്ള ചോറ് ഇതിന്റെ അകത്തുണ്ട്. ഈ അച്ചാറോടെ എന്റെ തിന്നാം. ഗൈസ് നമുക്കപ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് പോയി ചില്ല് ചെയ്യാം. അവിടെ പോയിട്ട് കാണാം. പുഷ്പമേള അല്ല, എന്തോ മേള നടപ്പുണ്ട്, ആ മേള പോയി കണ്ടിട്ട് വരാം സ്റ്റേഡിയത്തിനകത്ത്. ആ പടച്ചോനെ കഴിഞ്ഞില്ല. അവരെ ചെയ്ത് തീർന്നതാണോ? ആ തീർന്നാ? ആർക്കറിയാം. എടാ എന്റെ വയറത് എന്തോ ഇത് 3 മാസം ഭാഗ്യം വെച്ചാ കട്ടിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നിട്ടില്ല, ജസ്റ്റ് മടുത്ത് ഞാൻ നല്ലതായിട്ട്. ഞാനാ ഇപ്പൊ സഹായിച്ചോണ്ടിരിക്കുന്നത്. നീ ആണോ നേരത്തെ 4-5 വട്ടം എന്റെ അതിൽ ഇട്ടത്? 4-5 ദിവസം അവള് കോരി ഇട്ട് വേണ്ടി 2 ഞാൻ ഒരു പിടി ഇവിടെ തിന്നാം, ബാക്കി തിന്നണേ. എടാ തീരുന്നില്ലടാ ഇത്. എടാ ഇത്ര ചോറ് ഇടാവാ? കുറച്ച് വെള്ളം എനിക്ക് താടാ, വെള്ളമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇത്ര ഉന്മേഷം ഇടുന്നു. ഇവളുടെ ഫുട്ബോൾ ഞാനാ കഴിച്ചു ഇത് വരാ, പിന്നെ ഉന്മേഷം വരാതിരിക്കത്തില്ല, വേറെ കാര്യം. അയ്യോ ജയ ഹനുമാൻ ജ്ഞാനകൻ. എന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇത്. ഇനി ചിക്കൻ പീസും കുറച്ച് കുറവേ ഉള്ളൂ. ഇത്രയുള്ള ഇടം നിർത്തുക. പിന്നെ വായിനകത്ത് ഫുഡിപ്പോഴും ഇറങ്ങുന്നില്ല. ഇത് കുറച്ച് സമയം എടുക്കും വായിന്ന് ഇറങ്ങാൻ. ചത്ത് വെള്ളം കുടിക്കാൻ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല, എത്ര വെള്ളം വേണമെങ്കിലും കുടിക്കാം. എടാ എന്തുവാ കാണിക്കുക, സമയമില്ല. ഓട്ടോ വരുന്നു. ഇനി അവിടെ ഓട്ടോ എവിടെയാ ഗൈസ്? ഇതൊരു ഓട്ടോ വന്നില്ല, ഇനി എങ്ങനെയാ പോകുന്നത്? സമയം എല്ലാം പോയി. ഊബറല്ലേ ഏട്ടാ, കേറ്. സ്റ്റേഡിയത്തിൽ ഇനി അവരുണ്ടെങ്കിൽ നമ്മൾ തോറ്റു. 3/4 മണിക്കൂർ റോഡിന്റെ സൈഡിൽ തീറ്റിയായിരുന്നു. ഇനി സ്റ്റേഡിയം പോയാൽ മാത്രം മതി. അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടെ ഉണ്ടായില്ലായിരുന്നു. എനിക്കറിയില്ല. സത്യമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട്. എന്ത് ട്രാഫിക് നിയമം എപ്പോ എത്താനാണ്? അമ്മരോട് ഉണ്ടോ ഇല്ലയോ? എങ്ങനെയുണ്ട്? ചാലഞ്ച് ഒക്കെ കൊള്ളാം, പക്ഷേ എല്ലാം നമ്മള് കഴിച്ചു. അതിനാണ് ട്രാഫിക്കും. നമ്മളാ എത്തുന്നുമില്ല, അവരിപ്പോ എത്തിങ്ങോ? Come on, we are gonna win this. We're gonna win this somehow. നമ്മള് ജയിക്കും. സ്റ്റേഡിയത്തിലൂടെ കയറാറായി. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം അവിടെ ആൾക്കാരുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും നമുക്കിപ്പോ. കഷ്ടപ്പെട്ട് അമ്മരെത്തി ഓൾറെഡി. അമ്മര് ജയിച്ചു. ഗൈസ് അവർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവസാനം 1 മണിക്കൂറിന് ശേഷം അവർ എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു. കഷ്ടപ്പെട്ട് ഗൈസ്, കുറെ കഷ്ടപ്പെട്ടു. അവർ ടാസ്ക് ആണ് ചെയ്തതെങ്കിൽ ആക്ച്വലി നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല.
1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവർ എത്തിയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ടാസ്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യും. ജയിച്ചല്ലേ? ജയിച്ചോ? അവർക്ക് ഡൗട്ട് ഞാൻ നേരത്തെ വന്നിട്ട് ഓട്ടോ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ഞങ്ങൾ 1 മണിക്കൂറായിട്ട് ഓട്ടോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീടിക്കകത്ത് 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. 2-2.5 മണിക്കൂറായി. ഡൗട്ട് എടുക്കില്ല അവർക്ക്. ഒരു ഡൗട്ടും ഇല്ല. അവിടെ മുഖത്തെ ബൈക്ക് ക്ലബിൽ കണ്ടറിയത്തില്ല. 100% നാച്ചുറൽ ആക്ടർ. അപ്പൊ ഈ വീഡിയോ ഫൈനൽ വിന്നർ അവര് ജയിച്ചു. ബോയ്സ് അവർ ജയിച്ചു. അർജുൻ ബ്രോനെ ആദ്യമായിട്ട് തോപ്പിക്കാനായിട്ട് ഞാൻ വന്നു. അർജുൻ വന്ന് തോപ്പിച്ചു. അർജുൻ MP വരേണ്ടി വന്നു. അർജുൻ MP MP എന്നല്ല, അർജുൻ മാനേജാണ്. വീട്ടുകാര് എനിക്ക് ഒട്ടും വിഷമമില്ല. ഇതൊരു സാധാ കളിയല്ലേ, ഇതിൽ ജയം തന്നെയാണ് ഒരു വർഷം കൊടുത്താ ഇവരെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോനെ കുറിച്ച് വല്ലാതൊന്നും പറയാനില്ല. വിഷമുണ്ട്. മാറിന്ന് കാര്യം സാരമില്ല, പോട്ടെ. എന്തായാലും I hope you guys have wonderful day, wonderful after all. See you guys next time. Till then, take care. Peace. Bye.